മനുവേട്ടൻ എന്തിനാ എൻ്റെ തലക്കടിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടേക്ക് വന്നത്. എന്നാൽ ഞാൻ കാണുന്നത് നീ അവൻ്റെ കഴുത്തിൽ പിടിച്ചു മുറുക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അവൻ്റെ കണ്ണും പുറത്തേക്ക് വന്നു. എന്നിലെ ഫ്രണ്ട് ഉണർന്നു. നിങ്ങൾ തമ്മിൽ നല്ല പ്രണയത്തിലായതുകൊണ്ടാണല്ലോ ഞാൻ നിന്റെ തലയ്ക്ക് അടിച്ചത്. നീ പിന്നെയും പഴയതുപോലെ അവനോട് യുദ്ധത്തിലായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ തലയ്ക്ക് ചെറുതായി ഒന്ന് കൊട്ടണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിനക്കെന്തായാലും എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയല്ലോ എൻ്റെ മനുവേ. ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ. മനുച്ചേട്ടൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. മനസ്സിലാക്കാൻ എന്താ, അളിയൻ ഇവിടെ നിന്ന് അന്ന് പോയില്ലേ? അന്ന് ഛത്തീസ്ഗഡിൽ പോയ സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. ബാക്കി നീ തന്നെ പറ. അന്ന് ആ യാത്രയിൽ ഞങ്ങൾ വളരെയധികം നല്ല ഫ്രണ്ട്സായി. പിന്നെ ആ ഫ്രണ്ട്സ് മാറി ഞങ്ങൾ നല്ല കപ്പിൾസുമായി. ഇപ്പോൾ ഞങ്ങളുടെ കല്യാണവും കഴിഞ്ഞു. വീട്ടിലറിഞ്ഞോ കാര്യങ്ങളൊക്കെ മനുവേട്ട? എൻ്റെ വീട്ടിൽ കുഴപ്പമില്ല. ഇവളുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. എന്തായാലും നിങ്ങളുടെ കൂടെ ഒരു 2 ആഴ്ച ഞങ്ങൾ ഇവിടെ കാണും. അത് കഴിഞ്ഞോടാ. എനിക്ക് ഇവൾക്കും കാനഡയിൽ ഒരു ജോബ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എല്ലാം ഓക്കെയാണ്. ഗൗരിയുടെ വീട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്. ഡാ മനു, അത്രയും ദൂരത്തൊക്കെ പോണോ? നമുക്കൊന്ന് സംസാരിച്ച് നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ കാണൂ. അത് നടക്കുന്ന കാര്യമല്ല ശ്രീ. ഗൗരിയുടെ വീട്ടുകാരോട് ഞാൻ പോയി സംസാരിച്ചതാ. അവർ ഈ ബന്ധത്തിനോട് ഒരു താല്പര്യമില്ലെന്ന് തീർത്തു പറഞ്ഞു വന്നേ. എന്തുകൊണ്ട് ഇതൊന്നും ആദ്യമേ നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല? ഞാനാണ് പറഞ്ഞത് ഒന്നും പറയണ്ട എന്ന്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്നോട് മനു പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു മാറി നിങ്ങൾ ഇപ്പോഴല്ലേ ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ഇതുകൂടി ആയാൽ ശരിയാകില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് പറയാതിരുന്നത്. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴായിരുന്നു അവിടേക്ക് ശോഭ വന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്ക്. മോൾക്ക് ഇച്ചിരി കാറ്റും വെളിച്ചവും കിട്ടട്ടെ. ശ്രീ ഒഴികെ ബാക്കി എല്ലാവരും റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. നീ എന്ത് കാണാൻ നിൽക്കുക? നിന്നോട് കൂടിയാ പറഞ്ഞത്. അല്ല, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ആരെങ്കിലും ഒരാൾ ഇവിടെ വേണ്ടേ അമ്മേ? അതിന് ഞാനിവിടെ ഉണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പൊക്കോ. നിൽക്കണ്ട, പൊക്കോടാ. ഭദ്രയെ നോക്കി ഒരു വളിച്ച ചിരിയും ചിരിച്ച് ശ്രീ അവിടെ നിന്നും പോയി. മോള് കിടന്നോ? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലമ്മേ. ദേവ എന്തിയേ? അവൻ അച്ഛൻ്റെ കൂടെയുണ്ട്. മോള് കുഴഞ്ഞു വീണു എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം. മോള് കിടന്നു. എന്നാൽ ഭദ്രയുടെ മനസ്സിൽ ബംഗ്ലാവിൽ നടന്ന സംഭവങ്ങളായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ശ്രീയേട്ടൻ്റെ മുഖം മാറുന്നത് എന്നാലോചിച്ചിരിക്കുകയാണ് ഭദ്ര. മോൾ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത്? ഒന്നുമില്ല, ഞാനൊന്ന് കിടക്കട്ടമ്മേ. എന്നാൽ മോള് കിടന്നു. ഞാനിപ്പോൾ വരാമേ. അത്രയും പറഞ്ഞ് ശോഭ പുറത്തേക്ക് പോയി. ശോഭ പോയതിന് തൊട്ടു പുറയിലായി തന്നെ ശ്രീയും അവിടെ എത്തിയിരുന്നു. കണ്ണടച്ച് കിടക്കുന്ന ഭദ്രയെ തന്നെ അവൻ ഇമ വെട്ടാതെ നോക്കി നിന്നു. അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു ശ്രീ. ആരോ തൻ്റെ അരികിൽ ഇരിക്കുന്നത് അറിഞ്ഞ് ഭദ്ര കണ്ണു തുറന്നു നോക്കിയപ്പോൾ ശ്രീയായിരുന്നു. അവൾ മെല്ലെ ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു. ഓരോ ദിവസം കഴിയും തോറും തൻ്റെ ഭംഗി കൂടി വരികയാണല്ലോടോ. ഭയങ്കര കണ്ടുപിടുത്തമായി പോയല്ലോ. എന്നെ പേടിപ്പിക്കാൻ ചെയ്തത് ഇങ്ങനെ ആയിപ്പോയല്ലേ? ആര് പറഞ്ഞു? നിന്റെ ഒരേ ഒരു നാത്തൂൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണതാ. അബദ്ധവശാൽ അത് പുറത്തേക്ക് ചാടുകയും ചെയ്തു. ഇതൊക്കെ എപ്പോൾ പറഞ്ഞു? നിന്റെ ബോധം പോയ സമയത്ത്. ഭദ്ര ശ്രീയുടെ കണ്ണിൽ മിന്നിമറയുന്നത് എന്താണെന്ന് അറിയാൻ കഴിയാതെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. താൻ എന്താടോ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ. അല്ല, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ശ്രീയേട്ടൻ്റെ സ്വഭാവം. എൻ്റെ സ്വഭാവത്തിന് എന്താ ഇപ്പൊ കുഴപ്പം? ഹേയ്, ഒന്നുമില്ല, ഞാൻ പൊതുവെ പറഞ്ഞതാ. ശ്രീ അവളുടെ അരികിലേക്ക് ചേർന്നിരുന്നു. ഏട്ടൻ എന്താ ഈ കാണിക്കാൻ പോകുന്നേ? ശ്രീ ഒന്നും മിണ്ടാതെ അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. ഭദ്ര ഒന്നും മിണ്ടാതെ തന്നെ ശ്രീയുടെ തലയിൽ തലോടിയിരുന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ട് തന്നെ ശ്രീയുടെ മുഖഭാവങ്ങൾ മാറി മറിഞ്ഞു. ഭദ്രയുടെ ഇടുപ്പിലേക്ക് അവൻ്റെ പല്ലുകൾ അമർന്നു കഴിഞ്ഞിരുന്നു. ശ്രീയേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? എനിക്ക് വേദനിക്കുന്നു, മാറ്. ശ്രീയെ ഭദ്ര പിടിച്ചു മാറ്റി. ശ്രീ എഴുന്നേറ്റ് മാറി ഭദ്രയുടെ ഇരു തോളിലും മൃദുവായി പിടിച്ചു. ദേവു, ആർദ്രമായിരുന്നു അവൻ്റെ ആ വിളി. എന്താ ശ്രീയേട്ടാ, എന്താ പറ്റിയത്? എനിക്കറിയില്ല ദേവു, എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. നിന്നെ കാണുന്ന ഓരോ നിമിഷവും നിന്നെ അറിയാൻ വേണ്ടി എൻ്റെ ഉള്ളം തുടിക്കുന്നു. നിന്നിൽ ആഴ്ന്നിറങ്ങാൻ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും കുതിച്ചു പായുകയാണ്. ഇത്രയും നാളും ഇങ്ങനെ ഒന്നും തന്നെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല.
ഇത് എനിക്ക് വേറെ ആരോടും പറയാനും പറ്റില്ല. പെട്ടെന്ന് തന്നെ ശ്രീയുടെ മുഖം മാറി. ഭദ്രയുടെ ഇരു തോളിലും അവന്റെ കരങ്ങൾ അമർന്നപ്പോൾ അവൾക്കത് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറത്തെ വേദനയായിരുന്നു. ശ്രീ, വേദന എടുക്കുന്നു, എന്റെ തോളിൽ നിന്ന് കൈയെടുക്ക്. ശ്രീയുടെ മാറ്റം കണ്ട് ഭദ്രയിലും ഒരു നേരിയ പേടി രൂപപ്പെട്ടു. എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്നെ അറിയാൻ പോവുകയാണ്. കാരിരുമ്പിന്റെ മുന പോലെയാണ് അവളുടെ കാതുകളിൽ അവൻ പറഞ്ഞ ഓരോ വാക്കുകളും പതിച്ചത്. ഭദ്രയെ ബലമായി തന്നെ അവൻ തന്റെ ശരീരത്തിലേക്ക് പിടിച്ചിട്ടു. അവളെ കെട്ടിപ്പിടിച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്ക് അമർന്നു. ബലമായി പിടിച്ച കൈകൾ പതിയെ അയഞ്ഞു തുടങ്ങി. പെട്ടെന്ന് തന്നെ ഭദ്രയുടെ നെഞ്ചിലേക്ക് ശ്രീ കുഴിഞ്ഞു വീണിരുന്നു. തുടരും. ഇതൊരു ചെറിയ പാർട്ടാണ്. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.